Hello, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസണിലെ പാർട്ട് 2 ആണ്. സോ ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. പക്ഷേ ഇവിടെ നമുക്കൊരു ഗ്രാഫൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, കാരണം അത് എക്സാമിന് ചോദിക്കാം. ഇതേ ഗ്രാഫ് നമ്മുടെ 10th SSLC-ക്കാർക്ക്, അതായത് CBSE അല്ലാത്തവർക്ക് അറിയാം. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ, അത് ചോദിക്കാം ഗ്രാഫ് വെച്ചിട്ട് നിങ്ങളോട്. ഇപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസായി പീരിയോഡിക് ടേബിളൊക്കെ തന്നപ്പോൾ കണ്ടേ, ഗ്രാഫ് വെച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ ഇതൊക്കെ ഗ്രാഫ് വെച്ച് ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഇൻ വിച്ച് ബോത്ത് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ആൻഡ് ദാറ്റ് സ്റ്റേജ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം. അതിലെ ഫിസിക്കൽ പ്രോസസ്സിലാണ് അത് നടക്കുന്നതെങ്കിൽ അതിന് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നും. Now what is meant by chemical equilibrium? If an equilibrium is taking place in a chemical reaction, then that type of equilibrium is called as chemical equilibrium. അപ്പോൾ chemical equilibrium ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനിലാണ് നടക്കുക? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് chemical equilibrium is a state in which when a chemical reaction is proceeding in a reversible way, then at a particular stage both the forward and backward reaction become equal, and that point or that stage is known as chemical equilibrium, or we can say that the reaction is in a state of equilibrium. ഇപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ never think that the reaction has stopped. The reaction stopped ചെയ്തിട്ടില്ല. reaction is processing, but the thing is that the rate of forward and the rate of backward reaction is becoming equal at this stage. Some of the examples for reversible reaction is, അതായത് calcium carbonate undergo decomposition to give calcium oxide and carbon dioxide. Hydrogen plus iodine combine together to give hydrogen iodide. ഇതൊക്കെ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. കാരണം ഈ ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗിവ് ഹൈഡ്രജൻ ആൻഡ് അയഡീൻ. N2O4 decomposes to give nitrogen dioxide, and this nitrogen dioxide can give back N2O4. Then N2 plus 3H2 നമുക്കറിയുന്നതാണ് നമ്മുടെ preparation of ammonia. N2 plus 3H2 gives 2NH3. These are some of the reversible reaction and which can attain equilibrium. So now we are going to discuss a general reaction, general reversible reaction, and we are going to explain it with a graph. കൺസിഡർ എ റിയാക്ഷൻ. ഇതൊരു ജനറൽ കേസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ചിലപ്പം നിങ്ങളോട് എക്സാമിന് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ബൈ കൺസിഡറിങ് കാൽഷ്യം കാർബൺ, ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ് ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ വെൻ ദി അമോണിയ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നൈട്രോജൻ ആൻഡ് ഹൈഡ്രജൻ, എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ പ്ലോട്ടിംഗ് എ ഗ്രാഫ്. ഇങ്ങനെ ചോദിക്കില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. So we are considering a general reaction. A plus B gives C plus D. So first I will plot a graph. We know that a graph will be having an x-axis and a y-axis. Here I am representing the concentration. What is the meaning of concentration? Amount of substance. Here I am representing the time duration, the reaction. As the reaction is proceeding, we are measuring the concentration of the reactants and products. Okay. So this is the reaction, that is at the beginning we know that A and B combine together to form C and D. So just we consider at the initial stage, നമുക്കറിയാം ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ആരാ ഉണ്ടാവുക? റിയാക്റ്റൻ്റ് അല്ലേ? ഞാനിപ്പം ഫോർവേഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നതല്ല പറഞ്ഞത്. ഞാനിപ്പോൾ ഇവിടുന്ന് എ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടും ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുകയാണേ. സോ ഓൾ ടുഗെദർ ഇതൊരു 100 gram ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 100 gram റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുകയാണ്. തുടങ്ങുമ്പോൾ ഉള്ളത് എത്ര? 100 gram. തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇതൊരു 90 ആയി, ഇതൊരു 10 gram. ഓക്കെ, പിന്നെയും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇത് 80 ആയി, ഇതൊരു 20 gram. പിന്നെയും റിയാക്ഷൻ ഞാൻ ഓരോ ടൈമിൽ നോക്കുക, T1, T2, T3. പിന്നെയും ഞാൻ നോക്കിയപ്പം ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഒരു 70, ഇതൊരു 30.
T4. പിന്നെ ഞാൻ നോക്കിയപ്പം this concentration remains to constant. That means there is no change in the concentration of the reactant or product. That means that the reaction has attained a state of equilibrium. Now we have to represent the same thing here. നമ്മൾ എങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതിനാൽ we know the initial state the concentration of the reactant is very high, and as the time proceeds it decreases and it has reached a state of equilibrium. In the case of product, the concentration at the beginning is there is no concentration, there is no amount of product, but as the time proceeds it increases and at a particular stage it also reach in a state of equilibrium, and this state is known as or we can say that the reaction have attained a state of equilibrium. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതേണ്ടത് വെച്ചാൽ when a reaction, just we consider a reaction A plus B gives C plus D. At the initial state the concentration of the reactant is very high. As the time proceeds we know that the concentration of the reactant decreases and the concentration of the product increases. At a particular stage, the concentration of both the reactant and product remains to be constant. That stage is known as the stage of equilibrium, or we can say that the reaction has attained equilibrium. From the graph, we can see that so in the graph, we have to write here reactant A or B, product, because you have to represent where is the reactant, where is the product. So from the graph it is clear that the reactant, the concentration of the reactant is decreasing as the time proceeds and the concentration of the product is increasing as the time proceeds. At a particular stage we can see that the concentration of both the reactant and product remains to be constant. This is a straight line. It's going to be constant. That means the reaction has attained a state of equilibrium. ഇതാണ് നിങ്ങളൊരു ജനറൽ റിയാക്ഷൻ എഴുതുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം. Explain the chemical equilibrium which is shown in the formation of ammonia. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നത്? Instead of A and B you can see that when nitrogen and at the initial state the amount of nitrogen and hydrogen will be very high. As the time proceeds the amount of nitrogen or the concentration of nitrogen and hydrogen decreases. Whereas as the time proceeds the concentration of ammonia starts increasing, and as the time proceeds എന്താണ് നമുക്കറിയാം at a particular stage പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ the concentration of both the reactant and products എന്താണ് the reactant and the products is remain to be constant, and that stage is known as the stage of equilibrium, or we can say that the reaction has attained equilibrium. At the stage of equilibrium both the reactants and products എന്താണ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അവിടെ ഒരാൾ മാത്രമല്ല, അവർ രണ്ട് പേരും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻസ് ഇവരുടെ റേറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് ഇപ്പം ഈ ഒരു പ്രോസസ്സാണ് കൂടുന്നതെങ്കിൽ വെച്ചാൽ എന്താണ് ഈ ഒരു ഫോർവേഡ് റിയാക്ഷനാണ് വേഗം നടക്കുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സ്പീഡിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടി ഡിപ്പെൻസ് അപ്പോൺ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമ്മളൊരു ജനറൽ കേസിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമ്മളിതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. 1-2 കാര്യങ്ങൾ കൊണ്ടുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. ക്യാൻ എക്സ്പ്ലെയിൻ സം കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ ദി സ്റ്റേറ്റ് വിച്ച് ദ കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് അറ്റൈൻഡ് ഇൻ സം ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഇത് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. So we are considering the decomposition of calcium carbonate. We have taken a closed container in which we have kept a manometer. Why we have kept a manometer? Because the product which is formed is carbon dioxide, which is in gaseous form. So we can easily understand at what stage the equilibrium has attained. So in order for that we are using a manometer. ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ. So calcium carbonate എടുത്തു, and we are heating this calcium carbonate and the temperature is maintained constant. അത് ചൂടാക്കി ആ ഒരു ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. So we know that the calcium carbonate decomposes to form calcium oxide and carbon dioxide, and this two again combines together to form calcium carbonate, and this reaction is proceeding. So we know that as the gas carbon dioxide is producing, it will exert a pressure, so there will be a variation in the pressure. But as the time proceeds, we can see that the pressure of the manometer remains to be, or the mercurium in the manometer remains to be constant. That shows that
it has reached in a state of equilibrium. That is, the forward reaction will be equal to the rate of backward reaction. So at this stage we can say that this decomposition of calcium carbonate has reached in a state of equilibrium. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് ആ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്തത് പറയുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതെന്താ വെച്ചാൽ ഇതിലൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് പറയാനുള്ളത്, അതുകൊണ്ടാണ്. The decomposition of N2O4. അപ്പോൾ നമ്മൾ ഇവിടെ ഡീകമ്പോസിഷൻ ഓഫ് N2O4ൽ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. സോ വി ഹാവ് ടേക്കൺ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, സോ വി ടേക്ക് N2O4 ഇൻ എ ഗ്ലാസ് ബൾബിനുള്ളിൽ നമ്മൾ എന്തൊക്കെ N2O4 എടുത്തു. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ഐസ്. എന്തിനത് ഐസിൽ വെച്ചറിയോ? ഈ N2O4 ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആയി ഇറ്റ് അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം NO2. അത് നടക്കാതെ, തുടക്കത്തിൽ തന്നെ നടക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? N2O4. അപ്പോൾ N2O4 ഇസ് എ കളർലെസ് ലിക്വിഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഐസിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അതിനൊന്ന് ജസ്റ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ആൻഡ് ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ എ ബീക്കർ. എന്തല്ലോ നമ്മളൊരു 25 ഡിഗ്രി സെൽഷ്യസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദി കളർ ഓഫ് N2O4 ഫസ്റ്റ് ചേഞ്ച് ഇൻ ടു എ ഡാർക്ക് ബ്രൗൺ കളർ. എന്ത് നടക്കേണ്ട? ഒരു ഡാർക്ക് ബ്രൗൺ കളറായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വി ക്യാൻ സീ ദ കളർ ഫെയിൻഡ് ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. ബിക്കോസ് ഡാർക്കും അല്ല തീരെ കളർലെസ്സും അല്ല, ഒരു ബ്രൗൺ കളർ. ആൻഡ് ദാറ്റ് കളർ റിമെയിൻസ് ദെയർ ഫോർ എ ലോങ് ടൈം. അത് അങ്ങനെ തന്നെ നിന്നു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് N2O4 ഇസ് എ കളർലെസ് ലിക്വിഡ്. ഓക്കെ, തുടക്കത്തിൽ റിയാക്ഷൻ നല്ല സ്പീഡിൽ നടക്കുകയാണ്. NO2 ഉണ്ടാവുന്നു. ആ NO2ൻ്റെ സ്പീഡാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഭയങ്കര സ്പീഡിലായിരിക്കും. കാരണം ഇതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ കൂടുതൽ. ഇപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? തിരിച്ചിട്ട് എന്ത് നടക്കും? NO2 തിരിച്ച് N2O4 ആയിട്ട് NO2 വീണ്ടും NO2. അപ്പോൾ എന്താവും? ഈ N2O4 എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. അപ്പം ഈ ഡാർക്ക് ബ്രൗൺ പതുക്കെ ലൈറ്റ് ഷെയ്ഡാവും. പിന്നെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ആണ്, പക്ഷേ ഡാർക്കും അല്ല വളരെ ലൈറ്റും അല്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് റീച്ച് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? രണ്ടാൾക്കാരും അവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റിയാക്റ്റൻറ്റും ഉണ്ട്, പ്രോഡക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ ഇനി രണ്ടും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ഒരു നോർമൽ കളറിൽ നിൽക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ലൈറ്റ് ബ്രൗൺ അല്ല ഡാർക്ക്, അതിനെടുത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കി നോക്കുക. നല്ലോണം ചൂടാക്കുമ്പോൾ നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ വരും. ഇനി അതേ സാധനത്തിനെ പിടിച്ചിട്ട് ഒന്നുകൂടെ, അല്ലെങ്കിൽ ഇതേ സാധനത്തിന് നമ്മളിപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ എത്തിയ ഒരാളെ ഒന്ന് ടെമ്പറേച്ചർ നല്ലോണം ഒന്ന് കുറച്ച് നോക്കൂ. അപ്പോൾ എന്ത് മനസ്സിലാവും? അത് കളർലെസ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാൾക്കാരും അവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇതിവിടെ നമ്മൾ ടെമ്പറേച്ചർ കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണ് എന്തായത്? ക്ലോസ് സിസ്റ്റത്തിലായതുകൊണ്ടാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തത്. ഇനി ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഒരു ടെമ്പറേച്ചർ അങ്ങ് നല്ലോണം കൂട്ടി കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. നല്ലോണം അങ്ങ് ഡീകമ്പോസ് ചെയ്യും. അവിടെ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രശ്നമില്ല, കാരണം നമ്മളവിടെ വേരിയബിൾസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചില്ല. അപ്പോൾ അവിടെ എന്തായി? N2 അവിടെ. ഇനി ഇതേ സാധനം തന്നെ ഞാനൊന്ന് ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് പറ്റും? അതെന്ത് ചെയ്യും? ഈ ഡീകമ്പോസിഷൻ ഹൈ ടെമ്പറേച്ചറിലേ നടക്കത്തുള്ളൂ. ഇതെന്ത് ചെയ്യും? തിരിച്ച് N2O4 ആവും. അതുകൊണ്ടാണ് നമുക്ക് കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് കിട്ടുന്നത്. സോ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് എക്സിസ്റ്റ് ഓർ കോ എക്സിസ്റ്റ് അറ്റ് ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇതും ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ബൈ കൺസിഡറിങ് N2O4. അപ്പം നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞേക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് അയഡിൻ ഗ്യാസ് ടു ഫോം ഹൈഡ്രജൻ അയഡൈഡ്. അതാ H2 പ്ലസ് I2. H2 gas plus iodine gas gives hydrogen iodide. This is also a reversible reaction. ഇവിടെയും എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവരെ രണ്ടാളും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പേർപ്പിൾ കളർ കിട്ടും. ഹൈഡ്രജനും അയഡിനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഹൈഡ്രജൻ അയഡൈഡ് വിച്ച് ഈസ് പേർപ്പിൾ ഇൻ കളർ. ഇതിൻ്റെ നല്ല പേർപ്പിൾ കളറാണ്. അപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് പേർപ്പിൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി അറിയാം? ഈ പേർപ്പിൾ കളർ ഇങ്ങനെ കുറഞ്ഞു ഒരു സ്റ്റേജ് എത്തിയപ്പം ഒരു നോർമൽ പേർപ്പിൾ കളർ, അതായത് ഡാർക്കും അല്ല ലൈറ്റും അല്ല. From this, we can clear that the exists an equilibrium between the reactant and product. That's why the color remains to be constant. ഈ ഒരു റിയാക്ഷൻ മാത്രമാണ് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് കളറായിരുന്നു ഉണ്ടാവുക? നല്ല പേർപ്പിൾ കളർ. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ ആണ് പ്രൊസീഡ് ചെയ്യുന്നത് വെച്ചാൽ കളർ തീരെ ഫെയിൻഡ് ആയിപ്പോൾ. കാരണം ഹൈഡ്രജനും അയഡും ഡീകമ്പോസ് ചെയ്ത രണ്ടാൾക്കും കളർ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു പെർട്ടിക്കുലർ കളർ ഇങ്ങനെ കുറേ നേരം പെർമനൻ്റ് ആയി നിൽക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാവ് അറ്റൈൻഡ് എ സ്റ്റേറ്റ് ഓഫ്
ഇക്വിലിബ്രിയം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതൊക്കെ ഇപ്പം എന്തിനാണ് പറയുന്നത്? ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇൻഡയറക്റ്റായി ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതേപോലെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ വി വിൽ ചെക്ക് ഓൺ ദിസ്. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ ഹൗ എ കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻ. അപ്പോൾ ഇതിനുള്ളതാണ് പോയിന്റ്സ്, ശ്രദ്ധിച്ചോളൂ. ഫിസിക്കൽ ഇക്വിലിബ്രിയം പഠിച്ച പോലെ തന്നെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് റീച്ച്ഡ് വെൻ ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഇക്വിലിബ്രിയം എപ്പോഴും റീച്ച് ചെയ്യുന്നത്, കാരണം ഏതെങ്കിലും ഒരു വേരിയബിൾ മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റേജ് ഓഫ് ഇക്വിലിബ്രിയം മാറിപ്പോകും. അപ്പം നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലോസ്ഡ് വെസൽ എന്ന് ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ റിയാക്ഷൻ അങ്ങ് മാറിപ്പോകും. സോ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് ഓൾവേസ് റീച്ച്ഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ ആൻഡ് ഇറ്റ് ഇസ് ഡൈനാമിക് ഇൻ നേച്ചർ. Dynamic, very important question. Equilibrium is dynamic in nature, means it does not stop. That equilibrium means it does not stop the reaction. The reaction is proceeding, that is both forward and backward reaction is taking place simultaneously. Then equilibrium state can be approached from both sides. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് എത്തിക്കാൻ പറ്റും. അത് നിങ്ങൾ കൂടുതൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, അതായത് പ്രഷറും ടെമ്പറേച്ചറൊക്കെ വേരിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ വെച്ചിട്ടും ഇക്വിലിബ്രിയം എത്തിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തിട്ടും we can approach equilibrium state എന്ന് പറയുന്നത്. When in equilibrium state, the composition of product and reactant remains to be same. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞിരിക്കേണ്ടതാണ്. What is meant by homogeneous equilibria and heterogeneous equilibria? Homogeneous and heterogeneous equilibria. ഒന്നുമില്ല. ഹോമോജീനിയസും ഹെറ്ററോജീനിയസും എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്റ്റേറ്റിനെ കുറിച്ചിട്ട്, അതായത് ഇഫ് ബോത്ത് ദ റിയാക്റ്റൻസ് ആൻഡ് ഓൾ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ ദ സെയിം ഫേസ്, അതായത് എല്ലാവരും സോളിഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹോമോജീനിയസ്. എല്ലാവരും ലിക്വിഡ് ആണെങ്കിൽ, അതായത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഒക്കെ സെയിം ഫേസിലാണെങ്കിൽ നമ്മൾ അവരെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയ എന്നും. ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജിലാണെങ്കിൽ എന്ത് പറയും? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ. നമ്മുടെ നൈട്രോജൻ തന്നെ N2 + 3H2 gives 2NH3. ഇതിലെന്താ? നൈട്രോജൻ ഗേഷ്യസ് സ്റ്റേറ്റ്, ഹൈഡ്രോജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന അമോണിയം ഗ്യാസസ്. ഹെറ്ററോജീനിയസിൽ H2O ലിക്വിഡും വേപ്പറായി പോകുമ്പോഴുള്ള ഒരു സ്റ്റേജിൽ ഇവിടെ കണ്ടോ, ഇത് ലിക്വിഡ്, ഇത് ഗ്യാസ്, രണ്ടാളും രണ്ട് ഫേസിലാണ്. സോ ഇറ്റ് ഇസ് ഹെറ്ററോജീനിയസ്. ഇൻ ദിസ് കേസ് ഓൾ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ദ സെയിം സ്റ്റേജ്. സോ വി കോൾ ഇറ്റ് ആസ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താ, ഹോമോജീനിയസ് എന്താ, ഹെറ്ററോജീനിയസ് എന്താണ്. പിന്നെ എന്നോട് നോട്ട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ കുറേ ടെക്സ്റ്റ് നിന്ന് എടുക്കും, കുറേ ഗൂഗിളിൽ നിന്ന് സൈറ്റിൽ നിന്ന് എനിക്ക് നല്ല പോയിന്റ്സ് ആണെന്ന് തോന്നുന്നതൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെതായ ഒരു വേർഡ് ഫയലിൽ ഫോമാറ്റ് ചെയ്തിട്ടാണ് അത് വെക്കാറ്. കാരണം അത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണല്ലോ. അപ്പം ഞാൻ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്നതൊന്നുമില്ല. ഞാനിങ്ങനെ പല സൈറ്റിൽ നിന്നും പലതൊന്നും എനിക്ക് നല്ല പോയിന്റ്സ് ആണെന്ന് തോന്നുമ്പോൾ ഞാനത് കോപ്പി ഡൗൺ ചെയ്ത് വെക്കും. ആ നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം അടുപ്പിച്ചിട്ട് അത് വായിക്കുമ്പോൾ അയ്യോ അത് കുറേ ഉള്ള പോലെ തോന്നും. കാരണം ഞാൻ എല്ലാ പോയിന്റ്സും അതിൽ വെക്കുക, അല്ലാതെ ഒരു ഫോക്കസ് ഇത് മാത്രമുള്ള പോയിന്റ്സ് ആയിരിക്കില്ല. അപ്പോൾ അതിലും നല്ലത്, ഇങ്ങനെ സൈറ്റ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് നല്ലൊരു സൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊന്ന് ക്ലാസ് നോട്ട്സ് അടിച്ചു നോക്കുക. ക്ലാസ് നോട്ട്സ് തന്നെ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, ക്ലാസ് നോട്ട്സ് +1 ക്ലാസ് നോട്ട്സ്. ആ www.class notes നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ. എനിക്കിങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനത്തെ സൈറ്റ്സിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ലൊരു നോട്ട്സാണ് അതിലുണ്ടാവുക. ക്ലാസ് നോട്ട്സ് തന്നെ അതിൻ്റെ പേര്. അപ്പം അതിൽ +1ൻ്റെയും +2ൻ്റെയൊക്കെ നല്ല അടിപൊളി നോട്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങളുടെ തന്നെ, അതായത് ഇത് ശരിക്കും ഈ ക്ലാസ് നോട്ട്സ് +1 ബോത്ത് CBSEക്കും സ്റ്റേറ്റിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നോട്ട്സാണ്. ഇനി അതിലും സിമ്പിളായിട്ടാണ് ഈ HSS ലൈവ് ഇല്ലേ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയല്ലേ അത്, എനിക്കറിയില്ല അത് കറക്റ്റായിട്ട്. HSS ലൈവിൽ അവരും നല്ല നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരതും നല്ല നോട്ട്, HSS ലൈവോ അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കി അടിച്ചാൽ മതി. +1 കെമിസ്ട്രി നോട്ട്സ്, അതിൽ നല്ല PDF ആയിട്ടുള്ള നോട്ട്സുകളുണ്ട്. അതും നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് കുറച്ച് പോയിന്റ്സ് ആയിട്ട് തരുന്നത്. പക്ഷേ കുറച്ചുകൂടെ എക്സ്പ്ലനേറ്റീവ് ആയിട്ട് പഠിക്കുമോ, പക്ഷേ അത് നോക്കിയാൽ കൊള്ളാം. നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് മാത്രം പഠിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയരുത്. അത് മാത്രം പഠിച്ച് പോകാൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു മാർക്ക് പോയത് 2. അതൊന്നും പറഞ്ഞേക്കരുത്. നല്ല 2 സൈറ്റുകൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ 2 അതായത് നോട്ട്സ് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റിയ 2 സൈറ്റാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ NCERT ടെക്സ്റ്റ് നോക്കും, പിന്നെ ഇതേപോലെ കുറേ സൈറ്റ്സ് നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പോയിന്റ്സ് ചെയ്തിട്ടാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അങ്ങനെ നിങ്ങൾ നോക്കൂ കേട്ടോ. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ. എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്തോളൂ. ഓക്കെ, താങ്ക് യു.